ഹലോ ഗൈസ്, ഹലോ. ഇന്ന് ഓഫ് ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ഒരു സുഖവാസ കേന്ദ്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നോട്ട്സിനായിട്ടാ ചെറിയൊരു കുഴപ്പമില്ല. പ്രഗ്നന്റ് ആണോ? വർഷം മുമ്പ് കൃത്യസമയത്ത് വെള്ളം കുടിക്കണം എന്നുള്ള മനസ്സൊരു പ്രധാന പാഠമാണിത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ബാഗിനകത്ത് മസ്റ്റായിട്ട് വേണ്ട സാധനം ലെൻസും ക്യാമറയും, അതിൻ്റെ കൂട്ടത്തിൽ ഒരു വാട്ടർ ബോട്ടിൽ. അപ്പോൾ എനിക്ക് കാലിൽ എന്തോ ഒരു കുരു ഉണ്ടായിട്ടുണ്ട്. ആ സാധനം മുള്ളാണി പപ്പനെ പോലെ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് മരുന്ന് മേടിക്കാൻ വേണ്ടി പോവാണ്. അപ്പം പുറപ്പുഴയിൽ ഒരു സുഖവാസ കേന്ദ്രമുണ്ട് ഗവൺമെൻറ്റിൻ്റെ തന്നെ, അവിടേക്കാണ് പോകുന്നത്. അപ്പം നമ്മളിന്ന് പോകുന്നത് എൻ്റെ വണ്ടിയിലാണ്. വണ്ടി എന്ന് കാണിച്ചാൽ പോയി ഹീറോ ഹോണ്ട CD-Don 80+ കിലോമീറ്റേഴ്സ് മൈലേജ്. പിന്നെ ഇതാണ് നമ്മുടെ ശാന്തസുന്ദരമായ കൊടുകുത്തിന്ന്. ഇതേതാണ് സ്ഥലം? നമ്മുടെ സ്വന്തം പുറപ്പുഴ. ഇത് തന്നെ നമ്മൾ പുറപ്പുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. നമ്മുടെ തൊടുപുഴ MLA PJ ജോസഫിൻ്റെ സ്വന്തം പഞ്ചായത്താണ്. ഞങ്ങളൊക്കെ ഒരേ പഞ്ചായത്ത് ഇല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ചങ്കമനുഷ്യനാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ PJ ജോസഫ്. ഇവിടെ ഉണ്ടോ? ഇല്ല, അവിടെ ഇല്ല. അതെ, രണ്ട് ബോളി, രണ്ട് പത്തിരി, രണ്ട് പരിപ്പ്, മൂന്ന് പത്തിരിയും ഒരു പരിപ്പ്, പിന്നെ 3 ചായ. ചേട്ടനെ കാണാൻ അതിനകത്തോടെ എന്ത് കാണത്തില്ലേ? ഇവിടെ ഒരു ഹായ് പറഞ്ഞു. ഹലോ ഹായ്. ഇവിടെ സ്ക്രീൻ ഉണ്ട്. നമ്മൾ ചേട്ടൻ്റെ കടയിൽ ചുമ്മാ ചായ കുടിക്കാൻ വേണ്ടി വന്ന ഒരു ചായ ഒരു കടി എന്ന് പറഞ്ഞിട്ടുണ്ടോ? കൊടുകുത്തി കൊടുത്തിലെവിടെ കടിയൊക്കെ കഴിച്ചങ്ങ് ഇറങ്ങി. എന്നടാ ഒരു ചായയും ഒരു കടി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാ. അവസാനം 2 പേരും കൂടി 3 ചായയും 6 കടി. അങ്ങനെ കമ്പനി കുറെ ലാഭം ഉണ്ടാക്കും. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ വർക്ക് പിടിച്ച് തന്നാവാനാണ്? ഫുഡിന്റെ കേസിൽ ഒരു മയമില്ല കേട്ടോ. വെറുതെ അല്ല, നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്ത തിന്ന് തീർക്കുക. നമ്മുടെ കാശ് മെയിൻ പരിപാടിയാണ് ഫുഡ് കഴിക്കാൻ പോക്ക്. അത് നമ്മൾ ചെറിയൊരു സാധനം എന്ന് പറഞ്ഞു പോകും. ലാസ്റ്റ് മന്തിയും അവിടുന്ന് തന്നെ ഷെയ്ക്കും കുടിച്ച് വേറെ ഒരു തൊടാൻ പോലും വരാത്ത അവസ്ഥയൊക്കെ തിരിച്ചു വരും. അങ്ങനെ ചുമ്മാ ചായ കുടിക്കാൻ കയറിയിട്ട് തന്നെ 95 രൂപ 2 പേർക്ക് തീർക്കണം എന്നുണ്ടെന്ന് ആലോചിച്ച് നോക്ക്. എന്ത് ചെയ്യാൻ? അങ്ങനെ ഇവിടുത്തെ പരിപാടികളെല്ലാം തീർന്നിറങ്ങി. നമ്മൾ പോയി വെയിറ്റ് ചെക്ക് ചെയ്തു. ഞാൻ മൈ ഫേവറേറ്റ് നമ്പർ ഈസ് മൈ വെയിറ്റ്. എത്രയാണോ? 69. എടാ എനിക്ക് 69 ഭയങ്കരമായിട്ടാ. കാരണം എൻ്റെ കോളേജിൻ്റെ റാങ്ക് എത്ര പെർസെൻറ്റേജ് എത്രയാണെന്നറിയോ? 69.9. തന്നെ. ജോൺസ് എത്രയാടാ? ഞാൻ 52.4. 53 പറയാം. 53. ഞാൻ 53. ഞാൻ 69. എന്താ നമ്മൾ 53 69 പറയാം. എത്ര കിലോമീറ്റർ വ്യത്യാസമായി? 10. നമ്മൾ മറ്റേ ആ ഒരു സൈക്കിളിലെ ആളാ. ഒരു 3-4 കിലോ കൂടി കഴിഞ്ഞാൽ അന്നേരം ആശുപത്രി വന്ന് മരുന്ന് മേടിക്കണം. നേരെ പഴയ പോലെ ആവണോ? അല്ല, ഒരു 4-5 വർഷം മുമ്പ് ഞങ്ങൾ രണ്ടുപേരും ഒരേ വെയിറ്റ് ആയിരുന്നു. അതെ, ജിമ്മിൽ പോയി. അപ്പം അങ്ങനെ ജോൺസന്റെ മുൾക്കിരീടം തലയിൽ എടുത്ത് വെക്കാൻ പോവാണ്. ഇതോടെ വെച്ചിട്ട് വന്നായിരുന്നെങ്കിൽ നിനക്ക് ഒരു 55 കിലോ വന്നേനെ. സത്യം. അയ്യോ, വെയിറ്റ് ഒക്കെ വെക്കണം. കാരണം ഞാൻ 180 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്, ഇവനും അതെ. അപ്പം നമുക്കൊരു 80 കിലോ വെയിറ്റ് വരെ പോകുന്നതിൽ കുഴപ്പമില്ലാത്തതാണ്. ബട്ട് അണ്ടർ വെയിറ്റാണ് ഭയങ്കരമായിട്ട്. വെയിറ്റ് കൂട്ടണം. വിത്തിൻ 6 months ആകണമെന്ന് ആഗ്രഹമുണ്ട്. 2025 ആകും. ശരിയെന്ന്. കയ്യിൽ നിന്ന് പൈസ പോകും എന്ന് പറഞ്ഞ് വെറുതെ അല്ല. ചായ, ജ്യൂസ്, ഒരു മണിക്കൂർ ഗ്യാപ്പിൽ അടുത്തത്. അങ്ങനെ കോമഡി എന്നാണെന്നറിയാവോ? ഇപ്പൊ സമയം എന്തായി? സമയം 1:30. അല്ല, 2 മണിക്കാരാണ് നമ്മൾ അവിടുന്ന് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയേ അല്ലേ? 2 മണി. കട്ട ചൂട്.
ശരി, നല്ല പുറത്ത് നല്ല ചൂട്, ആ സമയത്ത് ചായ കുടിക്കും. ഞാൻ തണുക്കണം, അവൻ ചൂടാവണം. അതെ, ഞാൻ തണുപ്പിന്റെ ആളാണ്. ബട്ട് ഹീസ് എ ഹോട്ട്. എന്ത് ഡോക്ടർ വരെ പറഞ്ഞു മേത്ത് നല്ല ചൂടുണ്ട്, മോനെ നീ ചത്തു പോറായത്. അങ്ങനൊന്നും ചാവാൻ പറ്റില്ല, അങ്ങനൊന്നും ചാവാൻ പറ്റില്ല. പല പല ആഗ്രഹങ്ങളും മിച്ചം കിടക്കുന്നുണ്ട്. അതെ അതെ അതെ. തീറ്റ തീറ്റ എന്ന് പറഞ്ഞു വന്നത് മാത്രമേ തീറ്റ എന്ന് മാത്രമേ വിചാരമുള്ളൂ എന്ന് പറയുന്നത് വെറുതെ അല്ല. ഇത് വന്നേക്കുന്നതാണ് മുട്ട മേടിക്കണം, സോസ്, പൂരി. ഓ അയ്യോ, വീട്ടിൽ നിന്ന് വിളിക്കണം, മാതാജി വിളിക്കണം, എന്നൊക്കെ ഉണ്ടോ മേടിക്കണം എന്ന് ചോദിക്കട്ടെ. കൃത്യമായിട്ട് അങ്ങനെ മനസ്സിലായി തോന്നുന്നു. ഹലോ ഹലോ, പറ. റിലയൻസിലുണ്ട്, എന്തെങ്കിലും മേടിക്കണേ, ഞങ്ങൾ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. ആ പറഞ്ഞോ, ഓർഡറിലടാ. അവനോടി. നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഇച്ചിരി കാശധികം മുടക്കുമെന്ന് വെറുതെ പറഞ്ഞതല്ല. ഇപ്പം എത്ര സാധനം ചേച്ചി? 700? അത്രയാണല്ലോ. കുഴപ്പമില്ല, നീ കാശ് കൊടുക്കും. അയ്യോ ഇത് കുറവാണല്ലോ, ഞാൻ 1000 സംതിങ് പ്രതീക്ഷിച്ച. മുട്ട ഏറ്റവും അവസാനം ഒന്ന് നമുക്കിടുന്ന് ചാക്കൊക്കെ പേടി. ഏത് കോമഡി അറിയോ? എന്നിട്ട് ആൾക്കാർ ചോദിക്കും പിന്നെ ബ്രെഡിന്റെ കച്ചവടമാണോ? 2, 3, 4. ഇത് നീ അവിടെ വെച്ചോണ്ട് പോകും. ഒന്നും മേടിക്കണ്ട. ഒരു റിലയൻസിൽ കയറിയ ചരിത്രമാണ് ഈ കാണുന്നത്. എന്ത് അവസ്ഥ നോക്കണേ. ഇങ്ങനെയൊക്കെ വീട്ടിൽ പോകാറുള്ള ഏതെങ്കിലും ഈ പ്രായത്തിലുള്ള ചാക്കിന്റെ സാധനം മേടിച്ചിട്ട് പോകാറുണ്ടോ? കണ്ടുപടി. ഫോട്ടോഗ്രാഫിയും കൊണ്ട് ഒരു മോഹത്തിന് ഉണ്ടാക്കാൻ പറ്റത്തില്ല, കാശ് ഉണ്ടാക്കാൻ പറ്റത്തില്ല പറഞ്ഞ തെണ്ടികൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. തെണ്ടിയല്ലെന്നുണ്ടെങ്കിലും എൻ്റെ തന്തപ്പടി, എൻ്റെ സ്വന്തം ഫാദർ, എൻ്റെ അപ്പൻ ഇത് കാണണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പുള്ളി വീട്ടിൽ ചെല്ലുന്നതിന് അവിടെ ഉണ്ടാകുമോ എന്നെനിക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് ചെന്ന് ഏതായാലും വീഡിയോ ഇതിന്റെ ലിങ്ക് ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ടോ? എല്ലാം എന്തോ ഒരു ടൂക്കിയോന്നറിയോ? ഇതുകൊണ്ട് എനിക്ക് വേറെ പണിയൊന്നും ഇല്ലേ. കണ്ടോ സാധനം കണ്ടോ? രണ്ടുപേരെ മേടിച്ചോളൂ. എടാ എന്നാലും ഞാനൊരു 2 ആഴ്ച കൂടുമെങ്കിൽ ഇതുപോലത്തെ ഒരു ചാക്കും കെട്ടുകൊണ്ട് വീട്ടിലേക്ക് വന്ന് കയറാറ്. ഇവിടെ ചാക്ക് കൊണ്ട് വന്നെന്നാണ് ഇപ്പൊ ഇവിടുന്ന് നമ്മളോട് പറയണേ. അത് ഇവിടുന്ന് എല്ലാ ദിവസവും ചാക്ക് കൊണ്ടൊക്കെ മോലാവില്ലെന്ന്. എന്നിട്ട് മറ്റേ രവൻ ബാജോറിക്കീസ് പറയും എന്നെ ഇന്നലെയും തല്ലി, അതുപോലെ എന്നെ ഇന്നലെയും നോക്കി കാര്യമൊന്നും ചെയ്യാനോ. അതന്നെ. ഓക്കെ ബൈ, ഇനി വീട്ടിൽ ചെല്ലട്ടെ. വീട്ടിൽ ചെന്നിട്ട് ഇത് സ്വന്തമായി പെട്ടിയോട്ടം മേടിച്ചോളാം ആദ്യം ഞങ്ങൾ ആലോചിക്കണം. ഈ സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുപോകുമ്പോഴും മാത്രം. എടാ എന്നാ ഇതിങ്ങനെ ഞാൻ ഫ്രണ്ടിലേക്ക് വെക്കാം, നീ മുട്ട മാത്രം കൈ പിടിച്ചാൽ മതി. നമ്മുടെ ഭക്ഷണത്തിന്റെ ചെലവുകളൊന്നും തീരുന്നതല്ല. ഒന്ന് കാണിച്ചടാ. പള്ളി പെരുന്നാള് ഭക്ഷണം കണ്ട അവിടെയൊക്കെ കേറും. കടിച്ച് കിടക്കണുണ്ടോ? പല്ല കമ്പി ഉള്ളതുകൊണ്ട് കടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ നൈസായിട്ട് പപ്പടയുടെ അലുവ മറ്റേ ഇത് എന്നാ തേൻമിഠായി അല്ലേ? എടാ സാധനം എടുത്ത് വെക്കാമോ? നിന്റെ സാധനം എല്ലാം എടുത്തല്ലേ? എടുത്താണോ? എന്തൊക്കെയാണെന്ന് അറിയില്ലോ. പിന്നെ വീട്ടിൽ പോയിട്ട് ഇതാണ് ജോൺസിൻ്റെ വീട്, ജോൺസിൻ്റെ വണ്ടി, നമ്മുടെ എല്ലാം മറ്റൊരു അധോലോകം. അല്ലടാ ഞങ്ങളുടെ മെയിൻ അധോലോകം ഇതാ അവിടെയാണ്. അവിടെയായിരുന്നു കുറേ നാൾ അധോലോകം, പിന്നെ കുറച്ച് നാൾ ഇവിടെ അധോലോകമായി. സാധനങ്ങൾ മറിക്കുന്നു. നാളെ കഞ്ചാവ് പറഞ്ഞ പോലീസ് ഒരു ചാക്കി പിടിച്ചോണ്ട് ചാക്കി കൊണ്ടേ കൊടുക്കാന്നൊക്കെ പറഞ്ഞു. ദൈവമേ, ആ വണ്ടി കയറി കയറുമോ? അതാണ് വീട്ടിലെ പട്ടി, പിണങ്ങി നടക്കുന്ന പട്ടി.